ഹായ്, ഇന്ത്യൻ ഫിനാൻസ് പ്രൊഫഷൻസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനിങ് അതോറിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് CA അഥവാ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി. CAനെ ഇത്രത്തോളം ആക്സെപ്റ്റൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത്രത്തോളം പോപ്പുലർ ആക്കുന്നതും എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 years റിഗറസ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ആസ് പാർട്ട് ഓഫ് ദ കരിക്കുലം. അത് തന്നെയാണ്. So in this video, let's talk some articleship matters. First, regarding the eligibility. എല്ലാവർക്കും അറിയാം, when can we start articleship? You have to complete both the groups of intermediate. Intermediate കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, 2 ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ITT ഇൻഫർമേഷൻ ടെക്നോളജി ട്രെയിനിങ്, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. ഈ 15 days ലോങ് ഉള്ള പ്രോഗ്രാംസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ITT ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് പാസ് ആവണമെന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദ എലിജിബിലിറ്റി ടു സ്റ്റാർട്ട് ആർട്ടിക്കിൾഷിപ്പ്. നെക്സ്റ്റ്, ഹൗ ടു കണക്ട് വിത്ത് CA ഫേംസ്. പല സ്റ്റുഡൻസിനും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് CA ഫേംസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, യു ഹാവ് ടു ലുക്ക് അറൗണ്ട് യു. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ആർട്ടിക്കിൾഷിപ്പ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫേംസിനെ കുറിച്ച് നിങ്ങളൊരു നോളേജ് ഉണ്ടാക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു എൻക്വയറി ഒക്കെ നടത്തുക. ഇതുവഴി നിങ്ങൾക്ക് ഏതൊക്കെ ഫേംസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അതല്ലെങ്കിൽ ഏത് ഫേമാണ് നിങ്ങളുടെ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അവരോട് ഒരു കണക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എയ്തർ യു ക്യാൻ ഫിസിക്കലി ഗോ ദർ ഇഫ് പോസിബിൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം. അതല്ലെങ്കിൽ നിങ്ങളൊരു കവർ ലെറ്ററൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ CV അങ്ങോട്ട് അയച്ചു കൊടുക്കാം. ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം നിങ്ങൾ അറിവിലോട്ടായിട്ട് പറയട്ടെ, പലർക്കും ഒരു തോട്ട് ഉണ്ട്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഒക്കെ പാസ്സായി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ വന്ന് അവരങ്ങോട്ട് ആർട്ടിക്കിൾഷിപ്പ് തരുമെന്ന്. ഡോണ്ട് എവർ നെവർ തിങ്ക് ദാറ്റ്. ഓൾവേസ് റിമെമ്പർ, നമ്മുടെ ആവശ്യമാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ ഫേംസിൻ്റെ ആവശ്യമല്ല. അപ്പോൾ നമ്മൾ സ്വയം തേടി കണ്ടുപിടിക്കണം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള CA ഫേംസിന്. റിഗാർഡിംഗ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ, നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്ത CVൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇറ്റ് മേ ബി എയ്തർ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ. ആ ഇൻ്റർവ്യൂവിൽ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു യുവർ CV. ബിയോണ്ട് ദാറ്റ് നിങ്ങളുടെ ഒരു ബേസിക് നോളേജ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വരെ നിങ്ങൾ പഠിച്ച ടോപ്പിക്സിലുള്ള നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ GST, ഇൻകം ടാക്സ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇതുമായൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിലുള്ള നിങ്ങളുടെ ഒരു പെർഫോമൻസ് ആണ് ആക്ച്വലി നിങ്ങൾ അവിടെ ആർട്ടിക്കിളായിട്ട് ജോയിൻ ചെയ്യണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന മെയിൻ ഫാക്ടർ. റിഗാർഡിംഗ് ദ ആർട്ടിക്കിൾഷിപ്പ് പ്രോസസ്സ്, ഇൻ്ററും ഫൗണ്ടേഷനൊക്കെ പാസ്സായി വരുന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു തോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾഷിപ്പിലും അവരുടെ പ്രിൻസിപ്പൾ ആക്ച്വലി അവിടുത്തെ കാര്യങ്ങളൊക്കെ ടീച്ച് ചെയ്യും. അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പല സ്റ്റുഡൻസിനുണ്ട്. See, in articleship, you are actually getting an environment where you can learn so many things, where you can experience many matters. അങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷനാണ് ആക്ച്വലി ആർട്ടിക്കിൾഷിപ്പിൽ ഉണ്ടാവുക. ഒരു പ്രിൻസിപ്പളിൻ്റെ അണ്ടറിൽ തന്നെ അറൗണ്ട് 10 ആർട്ടിക്കിൾസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് ഡൗട്ട്സുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിനോടും കൊളീഗ്സിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. ഈ ഒരു ഓറിയൻറ്റേഷനാണ് ആക്ച്വലി വെൻ യു ഗോ ഫോർ ആർട്ടിക്കിൾഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. റിഗാർഡിംഗ് ദ സ്റ്റൈപ്പൻഡ്, നിങ്ങൾ ഈ കാണുന്നതാണ് ICAI സെറ്റ് ചെയ്ത മിനിമം സ്റ്റൈപ്പൻഡ് സ്റ്റാൻഡേർഡ്സ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന CA ഫേംസും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ആർട്ടിക്കിൾഷിപ്പ് ഈസ് ആക്ച്വലി ഫോർ ലേണിംഗ്, നോട്ട് ഫോർ ഏണിംഗ്. ദ റിയൽ ഏണിംഗ് സ്റ്റാർട്ട്സ് വൺസ് യു ആക്ച്വലി ക്വാളിഫൈ ദ CA. റിഗാർഡിംഗ് ദ ടെന്യൂർ ഓഫ് ആർട്ടിക്കിൾഷിപ്പ്, ആസ് യു ഓൾ നോ, ഇറ്റ്സ് 2 years. അപ്പോൾ ഈ 2 yearsൽ ആക്ച്വലി ആനുവലി നിങ്ങൾക്ക് 12 ലീവ്സ് ആണ് അലൗ ചെയ്തിട്ടുള്ളത് ബിയോണ്ട് ദ വീക്കെൻഡ് ലീവ്. അപ്പോൾ ചില ഓഫീസിൽ സാറ്റർഡേയും സൺഡേയും ലീവ് ഉണ്ടാവും, ചിലയിടത്താണെങ്കിൽ സൺഡേ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സീസൺ, ചില ഓവർ ടൈം സീസണിലൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് സൺഡേസിലും സാറ്റർഡേസിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യാം വരാം. ഫൈനലി, ഹൗ ടു ചൂസ് യുവർ പ്രിഫേർഡ് CA ഓഫീസ്. ലെറ്റ് മീ ടെൽ യു, യുവർ സെലക്ഷൻ ഓഫ് CA ഫേം ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ കരിയർ പ്ലാൻ. ദാറ്റ് ഈസ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു ആഫ്റ്റർ ക്വാളിഫൈങ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഐ സജസ്റ്റ് ഏത് ഏരിയയിലാണോ നിങ്ങൾ പാസ്സായതിനു ശേഷം പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിലെ ഏറ്റവും നല്ല ഫേം ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ്. ചിലപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, സേ GST, ഇൻകം ടാക്സ്, ഇന്റേണൽ ഓഡിറ്റ് എക്സെട്ര. അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ കൂടുതൽ വർക്ക്സ് ഉള്ള ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കരിയറിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആവുക. സോ മേക്ക് എ കരിയർ പ്ലാൻ, ബേസ്ഡ് ഓൺ ദാറ്റ് കരിയർ പ്ലാൻ ഓൺലി യു ഷുഡ് ബി സെലക്ടിങ് യുവർ CA ഫേം. ഇനി ജനറലി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഏതൊരു ഫേം സെലക്ട് ചെയ്യുന്ന സമയത്തും അവിടുത്തെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, വർക്ക് കൾച്ചർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ബിക്കോസ് ആ ഒരു 2 years പീരീഡ് നിങ്ങളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ സ്പെൻഡ് ചെയ്യാണ്. അഡീഷണലി ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ,
എവറി ഡേ ഇൻ ആർട്ടിക്കൽഷിപ്പ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ലേണിംഗ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. ജസ്റ്റ് മടി പിടിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പോവാതെ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പുതിയ പുതിയ എക്സ്പോഷർ നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ യു വിൽ ബി ഹാവിങ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് പീപ്പിൾ, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീം ബിൽഡിംഗ്, എക്സെട്ര. Finally, your articleship decides what kind of a CA are you going to be tomorrow. So choose it wisely.